കൊണ്ടുപോകുന്നതല്ലോ. സിസ്റ്റർ ഇസബലിനും ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ടല്ലോ. ഇവിടെ ഈ കന്യാസ്ത്രീകൾ ഈ പാവങ്ങൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതൊന്നും വലിയ ഫീസ് വാങ്ങിയും പണം വാങ്ങിയുമെന്നുള്ള ചികിത്സയൊന്നുമല്ല ഈ ആശുപത്രികളിൽ നൽകുന്നത് നമുക്കറിയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും മിഷണറിമാർ എങ്ങനെയാണ് നടത്തുന്നത് നമ്മുടെ രാജ്യം, കേരളം പ്രത്യേകിച്ച് കണ്ടിട്ടുള്ളതാണ്. ഈ ലാഭേച്ഛയോടുകൂടി നടക്കുന്ന സംവിധാനങ്ങളാണോ ഇതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ പാവങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതെന്നറിയാം. ഈ പാവങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ അതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ഈ രീതി അവിടെ തുടരും എന്നതിൻ്റെ സൂചനകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ എന്താണ് വഴി സിസ്റ്റർ? ശ്രുതി, ഞാൻ ഈ നാരായണപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്തർ ഡിസ്ട്രിക്റ്റില് ഞാനൊരു 40 വർഷം മുമ്പ് ഞാൻ 3 വർഷത്തോളം ഞാൻ ജോലി ചെയ്തതാണ്. അന്ന് കുഷ്ഠരോഗികളുടെ ഇടയ്ക്കാണ് ഞാൻ ജോലി ചെയ്തത്. സർവേ, എഡ്യൂക്കേഷൻ, ട്രീറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങൾക്ക് ഞാൻ ഈ അമ്പുച്ചിമാട്, ഓർച്ച എന്ന പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു. ഏത് വില്ലേജിലും പോകാം, ഒന്നും തന്നെ ഒട്ടും തന്നെ ഞങ്ങൾ പേടിക്കുന്നില്ലായിരുന്നു. അന്ന് ഒരു മതപരിവർത്തനം എന്ന രീതിയിൽ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. മിക്കവാറും ഞങ്ങൾ മിക്ക വീടുകളിൽ പോലും ഞങ്ങൾ രാത്രി താമസിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഉള്ള വ്യത്യാസങ്ങളാണ് വന്നത്. അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ പേര് എനിക്ക് അറിയത്തില്ല. ആ സ്ത്രീ എത്രയോ ഭയങ്കരമായിട്ടാണ് സിസ്റ്റേഴ്സിനോടുള്ള കയർത്ത് സംസാരിക്കുന്നതും ആൺകുട്ടിയെ തല്ലാൻ കൈയെടുത്ത് ഓങ്ങുന്നതെല്ലാം കണ്ടിട്ട് ഈ എന്തുമാത്രമാണ് കാണിക്കുന്നത്. ഒരു 2 സിസ്റ്റേഴ്സ് ഇത്രയും കാലമായിട്ട് സിസ്റ്റേഴ്സിനോട് ഇത്രമാത്രം പ്രകോപനപരമായി പെരുമാറുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഏത് മനുഷ്യത്വത്തോടുകൂടി പെരുമാറേണ്ട മനുഷ്യരല്ലയോ അവിടെ കാണിച്ചത്. അതുപോലെ ഇത്രയും ജനങ്ങളെ വിളിച്ചുകൂട്ടി എത്രമാത്രം വേദനിപ്പിക്കുന്ന അനുഭവമാണ് സിസ്റ്റേഴ്സിനും ആ കുട്ടികൾക്ക് അവിടെ ഉണ്ടായത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം തകരുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു മൃഗീയമായെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം രീതിയിലാണ് ഇവര് സിസ്റ്റേഴ്സിനോട് പെരുമാറിയത്. ഇത്രയും അവരുടെ കൈകൾ ഒരിക്കലും മലിനമല്ല. അവര് എപ്പോഴും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അവരുടെ കരങ്ങളാണ്. അവര് ആ സ്ത്രീയുടെ എനിക്കറിയത്തില്ല അതിനകത്ത് ആരൊക്കെയാണെന്ന്, എനിക്ക് പേരൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ഇത്രമാത്രം പ്രകോപനപരമായിട്ട് പെരുമാറാനുണ്ടായ എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ഒരു ടിക്കറ്റ് ഇല്ല എന്നോ? ആ ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അല്പസമയം സാവകാശം കൊടുക്കാമായിരുന്നല്ലോ. ഇത്ര വേഗം അവർക്ക് FIR ചെയ്ത് ഈ സിസ്റ്റേഴ്സിനെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ട എന്ത് കാര്യമുണ്ടായിരുന്നു? ഇത്രമാത്രം പോലീസ് സന്നാഹത്തോടു കൂടി ചെയ്യാൻ മാത്രമുള്ള എന്തെങ്കിലും അവിടെ സംഭവിച്ചു? ടിക്കറ്റ് ഇല്ലാത്തതല്ലോ പ്രശ്നം. അതിലൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം നിങ്ങൾ അവിടെ പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.